ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന മൂവി തന്നെ ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അതിൽ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ ആർട്ടിൻ്റെ ഒരു ആ സ്റ്റോറി തന്നെ പോകുന്നത് ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിൽ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു മൂവിയാണോ? അതിൽ കുറേ നമ്മുടെ മലഭൂതം അങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ്, അത് ഫുൾ ഫണ്ണായിട്ട് ചെയ്തൊരു മൂവി ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിലുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റ് ആയിരുന്നാലും പുള്ളി ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കും. ഇതിൽ ക്ലൈമാക്സ് വിട്ടിട്ട് ബാക്കിയുള്ള മുഴുവൻ വായിക്കും. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ബാക്കി നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കും. എന്നുവെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 4-4.5 കോടി ആൾക്കാർ കാണുന്നൊരു സിനിമ. അപ്പം ഒരു 10 പേരുടെയെങ്കിലും ചോദിച്ചിട്ട് ഒരു നല്ല അഭിപ്രായം കിട്ടിയിട്ട് ചെയ്യണതാണ് നല്ലതെന്നാണ്. എന്നുവെച്ചാൽ ഒരാളുടെ മാത്രം അഭിപ്രായത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എനിക്കുള്ള എൻ്റെ കൺസെപ്റ്റും അതാണ്. അത് സത്യമല്ലേ? അത് സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന സിനിമ ഒരു 10 പേരുടെ അഭിപ്രായം അറിയുന്നതാണ്. അപ്പം നമ്മളുടെയൊക്കെ ചോദിക്കും അങ്ങനെ ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ചെയ്തത് എങ്ങനെ. അപ്പം നമ്മളത് ഓരോ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ ചെയ്തൊരു പടമാണ് ചതിക്കാത്ത എന്തോ ലാബ് ക്രിയേഷൻസ്. ഒരു സത്യം പറഞ്ഞാൽ രാത്രിയാണ് ഷൂട്ടിങ് ഏറ്റവും കൂടുതൽ. പകൽ ഷൂട്ടിങ് കുറവാണ്, രാത്രിയാണ് എന്നും ഷൂട്ടിങ്. നമുക്ക് അവിടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് ഒരു ഐലൻഡ് ഉണ്ട്, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തൊരു ഐലൻഡ്. അവിടെ ഒരു പഴയ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ബിൽഡിങ് അടഞ്ഞു കിടക്കുക, തുടങ്ങിയിട്ടില്ല. അവിടെയാണ് നമ്മൾ സെറ്റിട്ട് ഷൂട്ട് ചെയ്തതൊക്കെ അവിടെ. പിന്നെ ഈ മലമ്പൂതം വരണതും മറ്റേ മറിച്ച് തലയിൽ കത്തി വെച്ച് വരുന്നതൊക്കെ നമ്മൾ പട്ടൺ റഷീദിന് ഭയങ്കര രസമാണ്. ഈ പ്ലാനിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പട്ടൺ റഷീദിൻ്റെ കഴിവും കൂടെ ഉണ്ട് അതിൽ. നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങൾ മുഴുവൻ ഞങ്ങളത് പ്ലാൻ ചെയ്തതാണ്. അത് ചെയ്യും. പിന്നെ മാജിക്കിൻ്റെ കുറേ പരിപാടി, അത് മെക്കാട്ടി ചേട്ടൻ മാജിക്കിൻ്റെ ഒരു മെയിൻ കക്ഷിയാണ്. പുള്ളി മാജിക്ക് ഒരുവിധം അറിയാമെന്നുള്ള കക്ഷിയാണ്. അപ്പോൾ പുള്ളി അത് പല കാര്യങ്ങളും മാജിക്കും അതിലുപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത്. പക്ഷേ രസമായിരുന്നു, ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നൈറ്റ് പ്രേതം വരുന്നതും അതും ഇതൊക്കെ നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തത്. ക്ലൈമാക്സിന് വേണ്ടി അവസാനം മാറ്റി വെച്ചു. 2 ദിവസം എല്ലാവരും കൂടെ ഡിസ്കഷൻ ചെയ്തൊരു ക്ലൈമാക്സ് ഉണ്ടാക്കിയ ശേഷമാണ് അത് തീരുമാനിച്ചത്. പിന്നെ ബസ്സിലൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് എവിടെയും മദ്രാസിലൊന്നും പോയിട്ടില്ല. ഞാൻ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. എറണാകുളത്ത് തന്നെയാണ് തമിഴ്നാട് ബസ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തതും എല്ലാം എറണാകുളത്ത് തന്നെയാണ് ചെയ്തത്. എറണാകുളത്ത് നമ്മൾ ബസ് ഓടുന്നത് കംപ്ലീറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമാണ്. ആർക്കും അറിയത്തില്ല. സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും രാത്രി ലൈറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. മദ്രാസിലോട്ടൊന്നും പോയിട്ടില്ല. മദ്രാസിൽ ആകപ്പാടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി മറ്റേ നമ്മുടെ ഏവിയൻ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വണ്ടി പോകുന്ന സാധനം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ വണ്ടി അവിടെ കൊണ്ടുപോയി 2 ഷോട്ട് എടുത്തേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അതിൽ ആ സോങ്ങിൽ ടൈറ്റാനിക്കിൻ്റെ അന്ന് ടൈറ്റാനിക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരിക്കുന്ന സമയമാണ്. ടൈറ്റാനിക്കിലുണ്ട് ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു പോർഷൻ ഇട്ടിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ അത് സെറ്റ് ആൾക്കാരെയൊക്കെ വരച്ചിരിക്കുക, അറിയത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് നവോദയയിലാണ് സെറ്റിട്ട്. 2 ഒരേ സ്ഥലത്താണ് സെറ്റിട്ട്. ഗ്ലാഡിയേറ്ററിൻ്റെ സെറ്റും ഇത് സെറ്റും എന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ഓർമ്മയാണ്. ബാക്കി നമ്മൾ ആലപ്പുഴ ഷൂട്ട് ചെയ്തു. അതായത് ചെമ്മീൻ്റെ കുറച്ച് പോർഷൻസ് തോന്നും. ഉദയയിൽ ആനയൊക്കെ വെച്ചിട്ട് ചെയ്തത് ഉദയയിലാണ്. എനിക്ക് ആന ചെയ്തതെന്ന് ഡാവിഞ്ചി സുരേഷാണ് ചെയ്തതെന്ന്. ഇപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കക്ഷിയില്ലേ ഡാവിഞ്ചി, വളരെ ഫേമസ് ആണ് പുള്ളി. ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിയാണ് ആന ചെയ്തതെന്ന്. എനിക്ക് ആന മൂവ്മെൻ്റുള്ള ആനയാണ് ചെയ്തതെന്നാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന മൂവി തന്നെ നമ്മളൊരു സിനിമയിൽ ഒരു ടെക്നിക്കൽ സൈഡിനെ എക്സ്പോസ് ചെയ്ത ഒരു മൂവിയോടെയാണ്. കാണുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അത് ഇപ്പൊ കാണുമ്പോഴും രസമാണത്, കണ്ടോണ്ടിരിക്കാൻ രസമാണ്. അതിലെ കോമഡി ആയിരുന്നാലും ശരി. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇല്ലേ, എന്തുമാത്രം ആർട്ടിസ്റ്റ് ഉണ്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്.